നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം എവിടെത്തി നിൽക്കുന്നു, ഇതെവിടെത്തി നിൽക്കും എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടുപേരും തമ്മിൽ ഒരു എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ എഗ്രിമെൻ്റ് കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തുടങ്ങി. അപ്പോൾ വീണ്ടും പഴയ ആ സാഹചര്യത്തിലേക്ക് ലോകം പോവുകയാണോ, വീണ്ടും നമ്മൾ പഴയതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ യുദ്ധം തുടങ്ങിയത് നമുക്കറിയാം ഇസ്രായേലും ഇറാനും തമ്മിലായിരുന്നു. ഇസ്രായേലിന് വളരെ വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹമാണ് മിഡിൽ ഈസ്റ്റ് മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിൽ വരണമെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഇസ്രായേലിൻ്റെ ആഗ്രഹമല്ല, അമേരിക്കയെ നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ വക്താക്കളുടെ ആഗ്രഹമാണ്. ലോകം മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നത് അവർക്ക് നിർബന്ധമാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനാണ് അവർ ഇതുവരെ വന്നിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരെ മൊത്തം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി അവരെക്കൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ തീരുമാനങ്ങൾ എടുപ്പിച്ച് ലോകത്തെ മുഴുവൻ തങ്ങളുടെ വരുതിയിലാക്കിയത്. മിഡിൽ ഈസ്റ്റ് മുഴുവൻ അവരുടെ കൺട്രോളിലാണ്. എന്നാൽ അവിടെ അവർക്ക് പിടികിട്ടാതെ അവരുടെ നിയന്ത്രണത്തിലേക്ക് ഒരിക്കലും വരാതെ നിലനിൽക്കുന്ന ഒറ്റ ഒരു രാജ്യമേ ഉള്ളൂ, അതാണ് ഇറാൻ. ഇറാൻ തങ്ങളുടെ വരുതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് മിഡിൽ ഈസ്റ്റിൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് ആ പ്രൊജക്റ്റ് സുഖമായിട്ട് നടപ്പിലാക്കാൻ പറ്റും എന്നവർക്കറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഒരു വലിയ വിശാലമായ ഇസ്രായേൽ നിലവിൽ വരുന്നു. അങ്ങനെ ആ പ്രദേശം മുഴുവൻ ഇസ്രായേലിൻ്റെ കൺട്രോളിലേക്ക് പോകും. ഇസ്രായേലിനോട് ഫൈറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഏത് രാജ്യമാണ് മിഡിൽ ഈസ്റ്റിലുള്ളത്? ഒരു രാജ്യത്തിനും പറ്റില്ല, ഒരു ഗൾഫ് രാജ്യങ്ങൾക്കും പറ്റില്ല. പറ്റുന്നത് ഇറാന് മാത്രമാണ്. എന്നാൽ ഇറാൻ്റെ ആ ശേഷി തകർക്കാൻ വേണ്ടി കഴിഞ്ഞ 47 കൊല്ലങ്ങളായിട്ട് ഡീപ് സ്റ്റേറ്റ് അമേരിക്കയിൽ വന്നിട്ടുള്ള പ്രസിഡന്റുമാരെ എല്ലാം ഉപയോഗപ്പെടുത്തി അവരുടെ മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അവരെ ശ്വാസം മുട്ടിച്ച് സാമ്പത്തികമായിട്ട് ഞെരുക്കാനും അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുത്താനും എല്ലാം അവർ ശ്രമിച്ച് അവരെ കൊണ്ട് ചെയ്യാവുന്ന പണി മുഴുവൻ ചെയ്തിട്ടും ഏറ്റവും ഒടുവിൽ അമേരിക്കയും ഇസ്രായേലും നേരിട്ട് ഒരു യുദ്ധത്തിനിറങ്ങിയപ്പോൾ ആ യുദ്ധത്തിൽ തകർന്നു പോകാതെ നിൽക്കുക എന്നത് മാത്രമല്ല, തലയെടുപ്പോടെ ഇനിയും എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഇറാനെയാണ് നമ്മൾ കാണുന്നത്. യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്കയും ഇസ്രായേലും മുമ്പോട്ട് വെച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റായിട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. 1, ഇറാൻ്റെ ആണവശേഷി ഇല്ലാതാക്കുക. 2, ഇറാൻ്റെ മിസൈലുകൾ ഉണ്ടാക്കാനുള്ള ശേഷി തകർക്കുക. 3, ഇറാൻ്റെ ഭരണകൂടത്തെ തന്നെ മാറ്റിമറിക്കുക. എന്നാൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയത്ത് അമേരിക്കയുടെ മുമ്പിൽ ഈ 3 ലക്ഷ്യങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം. ആ 3 ലക്ഷ്യങ്ങളും പോയി. ആ 3 ലക്ഷ്യങ്ങൾ അവർക്കിപ്പോൾ സാധിക്കണമെന്നേ ഇല്ല. യുദ്ധത്തിൻ്റെ ടാർഗറ്റ് തന്നെ മാറി. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഹോർമോസ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു യുദ്ധവിഷയമായിരുന്നില്ല. ആ സമയത്ത് ഹോർമോസ് ഓപ്പണായിട്ട് കിടക്കുകയാണ്. കപ്പലുകൾക്ക് സുഗമമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഇറാൻ ഹോർമോസിൻ്റെ മേൽ യാതൊരു നിയന്ത്രണവും ഒരു കാലത്തും എടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ അവരെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇറാൻ മെല്ലെ ഹോർമോസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അതുവഴിയുള്ള കപ്പൽ ഗതാഗതം അവർ നിരോധിച്ചു. ആ നിരോധനം നിലവിൽ വന്നതോടുകൂടി ലോകരാജ്യങ്ങൾ മുഴുവൻ ഹോർമോസിൻ്റെ പവർ മനസ്സിലാക്കി. ഹോർമോസ് എന്ന് പറയുന്ന കടലിടുക്കില്ലെങ്കിൽ തങ്ങൾ നേരിടാൻ പോകുന്ന ഊർജ്ജ പ്രതിസന്ധി എത്ര ഭീകരമായിരിക്കും എന്നുള്ളത് ലോകത്തുള്ള സകല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു, നമ്മുടെ രാജ്യം ഉൾപ്പെടെ. നമ്മുടെ രാജ്യത്ത് ഗ്യാസ് കിട്ടാനില്ലായിരുന്നു, പെട്രോളിന് വില കൂടി, പെട്രോൾ കിട്ടാനില്ലായിരുന്നു, പെട്രോളിന് റേഷനിങ് ഏർപ്പെടുത്തി, ഗ്യാസിന് റേഷനിങ് ഏർപ്പെടുത്തി, ഒരുപാട് ഹോട്ടലുകൾ അടച്ചുപൂട്ടി, എല്ലാം നമ്മൾ കണ്ടതാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഇറാൻ അങ്ങ് ഇല്ലാതാകും, അമേരിക്ക ഇറാനെ ബോംബിട്ട് നശിപ്പിക്കും എന്നൊക്കെ ഇവിടെ കുരച്ചുകൊണ്ടിരുന്ന കുറേയേറെ അണ്ണന്മാരുണ്ട്, അണ്ണികളുണ്ട്. ഇവർക്കാർക്കും ഇറാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നോ അതിൻ്റെ തിക്തഫലം എത്ര ഭീകരമായിരിക്കുമെന്നോ ഒന്നും ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അവർ പത്രങ്ങളൊക്കെ വായിച്ച് അമേരിക്കയും ഇസ്രായേലും കൺട്രോൾ ചെയ്യുന്ന മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളൊക്കെ വിശ്വസിച്ച് ഇറാൻ വളരെ ദുർബലനായ ഒരു രാജ്യമാണ്, അവിടെ ആൾക്കാർ പട്ടിണിയിലാണ്, അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന മണ്ടയടഞ്ഞ ടീമുകളാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്ര വിശാലമായ രാജ്യമാണ്, അവരുടെ കാഴ്ചപ്പാട് എത്ര വിശാലമാണ്, അവിടുത്തെ ആൾക്കാർ എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നുള്ളതൊന്നും ഇവർക്കറിഞ്ഞുകൂടാ. അത്രയ്ക്ക് നല്ല ഒരു ലൈഫ് സ്റ്റൈലും കൾച്ചറും ആ രാജ്യത്തിനുണ്ട്. നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് പട്ടിണി കിടക്കുന്ന രാജ്യമായിട്ടും സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്ന രാജ്യമായിട്ടും ഒക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിച്ച്
അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്ന ഏതാണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെയുള്ള ഒരു രാജ്യമാണെന്ന് പല ആൾക്കാരും കരുതിയിരുന്നു. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും അവർ ഒരു പ്രയാസവുമില്ലാതെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചിലർ പറയാം അവരുടെ കറൻസിക്ക് വിലയില്ല എന്നുള്ളത്. കറൻസിയുടെ വില എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ്. നമ്മൾ 100 രൂപയ്ക്ക് 1 കിലോ അരി വാങ്ങിക്കുമ്പോൾ അവർ 1 മില്യൺ തൂമാന് അല്ലെങ്കിൽ റിയാലിന് അരി മേടിക്കുന്നു. നമ്മുടെ ഈ 100 രൂപയുടെ കടലാസിന് അവിടെ ആ പറയുന്ന ഈ 1 മില്യൻ്റെ കടലാസ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. കറൻസിക്ക് എന്ത് മൂല്യമാണുള്ളത്? കറൻസിക്ക് ആ രാജ്യം നിശ്ചയിക്കുന്ന മൂല്യം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ പോകുന്ന ഒരു ദിവസം 1000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഒരുത്തൻ ജോലി ചെയ്യാൻ പോകുമ്പോൾ അവന് 10 മില്യൺ അല്ലെങ്കിൽ 20 മില്യൺ റിയാൽ കിട്ടും. അപ്പോൾ അവന് കിട്ടുന്ന തുകയ്ക്കനുസരിച്ച് അവന് സുഖമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. കറൻസി മൂല്യം എന്ന് പറയുന്നൊരു വിഷയമേ അല്ല. അവനവിടെ പണം ഉണ്ടാക്കാനും ആ പണം നല്ലപോലെ ചിലവഴിച്ച് സുഖമായിട്ട് ജീവിക്കാനും പറ്റുന്നുണ്ട്. ലോകത്തുള്ള ഏതൊരുവിധ ആഡംബര സൗകര്യങ്ങളും ഇറാനിലുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഈ ഇറാനെ ഇല്ലാതാക്കി ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കണമെന്ന് ഇസ്രായേലും ഇസ്രായേലിനെ നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റും ദശകങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ അതിനെതിരെ നിൽക്കുന്ന ഒരു പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിനെ നമ്മളാരും വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് ഒരു ഭാഗത്ത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിനുവേണ്ടി പല പ്രവൃത്തികളും ചെയ്യുന്നതിനിടയിൽ തന്നെ അവിടെ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ട്രംപിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റിന് മിഡിൽ ഈസ്റ്റിലുള്ള നിയന്ത്രണം ഇല്ലാതാക്കുക, ഇറാനെ കൂടുതൽ കരുത്തുറ്റ രാജ്യമാക്കി മാറ്റുക, ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങൾ നീക്കി അതേപോലെ തന്നെ ഇറാന് വിട്ടുകിട്ടേണ്ട അവരുടെ മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്വത്തുകളൊക്കെ കൊടുത്ത് ഇറാനെ എങ്ങനെയെങ്കിലും ഒന്ന് കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരണം എന്ന ലക്ഷ്യമാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. യുദ്ധത്തിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ച ഏതാണ്ട് $300 ബില്യൺ സഹായം ഇറാൻ എത്തിക്കും എന്നൊക്കെ പറഞ്ഞത് ഇറാനെ ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അദ്ദേഹം ഇറാനെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിനെ താഴ്ത്താൻ വേണ്ടി തന്നെയാണ്. നമുക്കറിയാം, യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ ഇറാൻ യുദ്ധമായിരുന്നു. പിന്നീടത് അമേരിക്ക ഇസ്രായേൽ ഇറാൻ യുദ്ധമായിട്ട് മാറി. പിന്നീട് ഇസ്രായേൽ ചിത്രത്തിൽ നിന്നും പുറത്തുപോയി. ഇപ്പോൾ അത് അമേരിക്കൻ ഇറാൻ യുദ്ധം മാത്രമായിട്ട് ചുരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഡൊണാൾഡ് ട്രംപിന് മുമ്പാണ് ഇറാനുമായിട്ട് യുദ്ധത്തിന് വന്നിരുന്നതെങ്കിൽ ഇറാൻ്റെ അവസ്ഥ വളരെയധികം മോശമാകുമായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപിന് ഇറാനെ നശിപ്പിക്കണം എന്നൊരു ചിന്തയില്ല. മറിച്ച് ഇറാനെ കൂടുതൽ കരുത്തുറ്റതാക്കി ഇറാനെ മിഡിൽ ഈസ്റ്റിലെ 1 നമ്പർ രാജ്യമാക്കി മാറ്റണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. കാരണം ഇറാൻ ഒരു കാലത്തും ഡീപ് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലേക്ക് പോയില്ല. അപ്പോൾ ഡീപ് സ്റ്റേറ്റിന് ഈ ലോകത്ത് ഏതെല്ലാം ഭാഗത്ത് നിയന്ത്രണങ്ങൾ കുറയുന്നോ അത്ര കണ്ട് അവരുടെ കരുത്ത് കുറയും. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ ഇറാൻ്റെ കരുത്ത് നല്ലപോലെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അമേരിക്കയുടെ ബേസുകൾ, നേവൽ ബേസുകളും മിലിറ്ററി ബേസുകളും ഉണ്ടായിട്ട് പോലും ഇറാൻ അവിടെയൊക്കെ ആക്രമണം നടത്തിയെങ്കിൽ അമേരിക്കയേക്കാൾ കരുത്തുറ്റ രാജ്യമാണ് ഇറാൻ എന്ന ചിന്ത ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സെക്യൂരിറ്റിക്ക് ഇപ്പോൾ അവരൊരു വിലയും കൊടുക്കുന്നില്ല. നാളെ ഈ രാജ്യങ്ങൾ ഇറാൻ്റെ സെക്യൂരിറ്റിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെയധികമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തുള്ള ആൾക്കാരെ മുഴുവൻ കാണിക്കാൻ വേണ്ടി, അതായത് ഞങ്ങൾ ശരിക്കും ഇറാൻ്റെ ശത്രുക്കളാണ്, ഇറാൻ ഹോർമൂസിൽ പിടിമുറുക്കിയിരിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല, എങ്ങനെയും ഞങ്ങൾ അത് വീണ്ടെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നത് ശരിക്കും ഒരു നാടകം മാത്രമാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു വിഷയം യുദ്ധം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ കാരണങ്ങളൊക്കെ വേറെയായിരുന്നു. ഇപ്പോൾ ഈ കാരണത്തിലേക്ക് ഇത് എത്തിപ്പെട്ടെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, ട്രംപ് തന്നെ ഇറാനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹോർമോസിൻ്റെ നിയന്ത്രണം ആർക്കും വിട്ടുകൊടുക്കരുത്, ഹോർമോസ് നിങ്ങളുടെ കയ്യിലായിരിക്കണം. ഇതിൻ്റെ പേരിൽ കുറച്ചു കാലം നമ്മൾ അടിക്കും പിടിക്കും, അവസാനം ഞങ്ങൾ അടി നിർത്തി അങ്ങ് തിരിച്ചു പോകും. അതിനുശേഷം ഇതുവഴി പോകുന്ന കപ്പലുകൾക്ക് പൂർണ്ണ നിയന്ത്രണം നിങ്ങൾ ഏർപ്പെടുത്തണം, അവരുടെ പക്കൽ നിന്ന് നിങ്ങൾ ടോൾ മേടിക്കണം. ഈയിടെ സമയത്ത് ട്രംപ് പറഞ്ഞില്ലേ, ഞങ്ങൾ ഹോർമോസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോവുകയാണ്, 20% ടോൾ ഞങ്ങൾ പിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ കൺട്രോളിലേക്ക് അത് എന്ന് കഴിഞ്ഞാൽ അവർ ടോൾ പിരിക്കും എന്നത് അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ്. ആ ടോൾ ഇറാൻ എന്തുകൊണ്ട് പിരിച്ചുകൂടാ എന്നാണ് അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്, ഹോർമോസ് അവരുടെ കൺട്രോളിലുണ്ടെങ്കിൽ ലോകം അവരുടെ കൺട്രോളിലായിരിക്കും. ഹോർമോസ് എന്ന് പറയുന്ന കടലെടുക്ക് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സ്വർണ്ണഖനിയായിട്ട് മാറിയിരിക്കുകയാണ്. ഹോർമോസിൽ കപ്പലുകൾ സുഗമമായിട്ട് സഞ്ചരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ കടുത്ത
കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് വീഴും. ഗൾഫ് രാജ്യങ്ങളൊക്കെ പാപ്പരാകും. ഗൾഫിൽ നിന്നും അവരുണ്ടാക്കുന്ന ഓയിലും വാതകവും പുറത്തേക്ക് പോയില്ലെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് വരുമാനം വരുന്നത്? അപ്പോൾ ആ വരുമാനം കിട്ടണമെങ്കിൽ സുഗമമായിട്ടുള്ള കപ്പൽ ഗതാഗതം നടക്കണം. ഹോർമോസ് മാത്രമല്ല, ചെങ്കടലിലും ഇറാൻ്റെ കൺട്രോളുണ്ട്. ഹൂതികൾ വഴി അവിടെ കൂടെ പോകുന്ന കപ്പലുകളും ഇറാൻ തടയാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ കപ്പലോട്ടം ഇറാൻ്റെ നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഇസ്രായേലിൻ്റെ പക്കൽ നിന്നും, ഇസ്രായേലിലൂടെ മിഡിൽ ഈസ്റ്റ് നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ പക്കൽ നിന്നും ഇറാൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ കരുതുന്നത് പോലെ അദ്ദേഹത്തിന് അതങ്ങ് പരസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറാനെ എതിർക്കുന്ന, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അമേരിക്കയിലുണ്ട്. അതുപോലെ തന്നെ പല ലോകരാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇറാൻ്റെ ശത്രുക്കളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയെല്ലാം മുമ്പിൽ ഇറാനുമായിട്ട് ശത്രുത കാണിക്കുകയും എന്നാൽ ആത്യന്തികമായിട്ട് ഇറാന് വിജയം വേണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ നശിപ്പിക്കണം എന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, അമേരിക്ക ലോകത്തിലെ 1-ാം നമ്പർ സൈനിക ശക്തിയാണ്. നിസ്സാരമായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും. എന്നാൽ അങ്ങനെ ഒരു ടാർഗറ്റ് ട്രംപിനില്ല. ഇറാനുമായിട്ട് അമേരിക്ക പൂർണ്ണ തോതിൽ യുദ്ധം തുടങ്ങിയാലും ശരി, ഇറാൻ അവരുമായിട്ട് അടിച്ചു നിൽക്കും എന്നുള്ള സത്യമാണ്. പക്ഷേ ഇറാൻ തകർന്നു പോകും. ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് പറ്റും, അമേരിക്ക അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ അമേരിക്ക അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇറാനുമായിട്ട് ശത്രുതയുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ഒപ്പം തന്നെ ഇറാൻ്റെ നിയന്ത്രണത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായിട്ട് എത്തണമെന്നും, ഹോർമോസിൻ്റെ നിയന്ത്രണം അവരുടെ കൈകളിൽ ചെന്ന് അവരവിടെ നിന്നും ടോൾ പിരിച്ച് അവർ വിചാരിച്ചെങ്കിൽ മാത്രമേ, അതായത് ഇപ്പോൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇറാനും അവിടെ ഇരുന്നുകൊണ്ട് ലോകത്തെ വളരെ വലിയൊരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. ഇറാൻ വിചാരിച്ചെങ്കിൽ മാത്രമേ ലോകത്ത് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാതെ എല്ലായിടത്തും കൃത്യമായിട്ട് എണ്ണയും വാതകവും എത്തൂ എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ സാഹചര്യത്തെ ഇറാൻ മുതലെടുത്തുകൊണ്ട് ഉപയോഗപ്പെടുത്തണം എന്നത് തന്നെയാണ് ട്രംപിൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ ട്രംപ് ഒരിക്കലും ഇങ്ങനെയൊരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ട്രംപ് പലപ്പോഴും പറയുന്ന പല കാര്യങ്ങളും ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം ഇറാന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എന്തൊരു കാര്യം പറയുന്നോ ആ കാര്യം പിന്നീട് ഇറാൻ അനുസരിക്കുന്ന ഒരു തരത്തിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ അമേരിക്ക അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഇറാൻ്റെ കപ്പലുകൾ എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇറാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇറാൻ പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പലും ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ലോകത്തെ ഒരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമം തന്നെയാണ് ട്രംപ് നടത്തുന്നത്. ഇറാൻ അതിന് കൂട്ടുനിൽക്കുകയാണ്. രണ്ടുപേരും കൂടെ ചേർന്ന് ഈ ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിക്കുകയും നാളെ എങ്ങനെയെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾക്ക് എണ്ണ കിട്ടണം അല്ലെങ്കിൽ വാതകം കിട്ടണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരികയും ആ സാഹചര്യത്തിൽ അമേരിക്ക സ്വമേധയാ ഞങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞ് പിന്മാറുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഹോർമോസിൻ്റെ കൺട്രോൾ ഇറാൻ്റെ കയ്യിലായിരിക്കും. മിക്കവാറും ഇനി ഉണ്ടാക്കാൻ പോകുന്ന എഗ്രിമെൻറ്റിൽ അങ്ങനെ ഒരു വ്യവസ്ഥ കൂടെ വെച്ചെന്നും ഇരിക്കും. ആ വ്യവസ്ഥയിൽ ഒരുപക്ഷെ ട്രംപ് ഇറാനോട് പറയും, നിങ്ങളൊരു 20% ടോള് പിരിക്കും എന്നുള്ളൊരു വ്യവസ്ഥ വെക്കണം, എന്നാൽ ഞങ്ങൾ ഇടപെട്ടിട്ട് അത് 10% അല്ലെങ്കിൽ 5% മാറ്റും, അപ്പോൾ ഞങ്ങൾ വിജയിച്ചു, നിങ്ങളുടെ കാര്യവും നടക്കും. ഈ തരത്തിലേക്കായിരിക്കും കാര്യങ്ങളുടെ പോക്കെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇറാനെ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ഹെൽപ്പ് ചെയ്യുകയാണ്. ഇറാനെ ഒരിക്കലും തകർക്കാൻ ഡൊണാൾഡ് ട്രംപിന് ആഗ്രഹമില്ല. അത് നമ്മൾ ഈ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ മാത്രമല്ല, അതിന് മുമ്പ്, അതായത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇറാനെ തകർക്കണം എന്നൊരാഗ്രഹമില്ല. എന്നാൽ അദ്ദേഹത്തിന് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ദുഷ്ടശക്തികളെ, ഡീപ് സ്റ്റേറ്റിനെ തകർക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ട്. അതിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളരെ വലിയ ശക്തമായ ഒരു നീക്കമായിരുന്നു ഈ യുദ്ധം എന്നാണ് സത്യം. യുദ്ധമായിട്ട് തന്നെ മുമ്പോട്ട് പോകേണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നാശനഷ്ടങ്ങളുണ്ടാകും. പക്ഷേ ആ യുദ്ധം എത്രയൊക്കെ നാശമുണ്ടാക്കിയാലും ശരി, അതിനെല്ലാം മറികടന്നുകൊണ്ട് വളരെ വലിയൊരു ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ട്രംപിന് മടിയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഡൊണാൾഡ് ട്രംപും അമേരിക്കയും തോറ്റു എന്നുള്ള ഒരു രീതിയിലാണ് വാർത്തകൾ വരുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ട്രംപിനെ സംബന്ധിച്ച് ആ തോൽവിയാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ആ തോൽവി അദ്ദേഹത്തിൻ്റെ വിജയമാണ്. കാരണം അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത്, ഞാനീ പറയുന്നത് പോലെ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നാളെ ഈ ഹോർമോസിൻ്റെ കൺട്രോൾ ഇറാൻ്റെ കൈകളിൽ തന്നെ വരും. ഹോർമോസ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരിക്കും ഇനിയും അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത്. ആ എഗ്രിമെൻറ്റിൽ ഞാനീ പറഞ്ഞതുപോലെയുള്ള
ഇറാൻ്റെ ഒരു കനത്ത ഡിമാൻഡ് വരികയും ആ കനത്ത ഡിമാൻഡ് അമേരിക്ക അനുവദിക്കാതെ ഞങ്ങളുള്ളതുകൊണ്ട് ഇറാൻ ഹോർമൂസിൽ ഏർപ്പെടുത്തിയിരുന്ന ടോള് ഇത്രയാക്കി കുറച്ചു എന്ന് പറഞ്ഞ് ട്രംപ് യുദ്ധം നിർത്തി പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം.